ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ബാക്കിലൊരു ട്രാവലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും. ഓക്കെ, അതാണ്. അപ്പോൾ ഇന്നൊരു ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി ഒരു അമ്പലത്തിൽ പോകാനായിട്ടാണ്. ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്ററോളം ഉള്ള ഒരു അമ്പലത്തിലോട്ട് പോകാനാണ്. അപ്പം നമ്മുടെ വണ്ടിക്കകത്തിൽ ഒരാളൊക്കെ വന്നിരിപ്പുണ്ട്. അതാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം എന്തായാലും അയാളാണെന്നേ ഇപ്പോൾ പാട്ടൊക്കെ പാടിയത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മളെടുത്തൊരു സെക്കൻഡ് ഹാൻഡ് ട്രാവലറൊക്കെയാണ്. ഒരു കുറച്ച് പൈസയ്ക്ക് നമ്മൾ എടുത്തതാണ്. ഏകദേശം അടിപൊളി ട്രാവലറും കാര്യങ്ങളൊക്കെയാണ്. നല്ല 2013 മോഡൽ കിടിലൻ ട്രാവലറാണ്. 2013 ആണോ 11 ആണോ അത് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേര് കാണാനായിട്ട് ബ്ലാക്ക് വൂൾഫ് എന്നൊക്കെയാണ്. അത് നമ്മൾ അടുപ്പിച്ചതാണ്. പിന്നെ സാന്റാക്രൂസ് എന്നാണ് ഇതിൻ്റെ മെയിൻ നെയിം. ഓക്കെ, അത് നമ്മളങ്ങ് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതെൻ്റെ ഹാഫ് മാൻ ഹാഫ് ലയൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്യാവശ്യം കിടിലിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെയാണ്. രാവിലെ തന്നെ നമ്മൾ തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഒരു കൈയൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഉടമസ്ഥനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അകത്തോട്ട് കയറാം. ഓക്കെ, ഇതാണ് ഇൻറ്റീരിയറൊക്കെ. ഗൈസ്, നമ്മുടെ കിളിയണ്ണൻ ഈസ് ബാക്ക്. ഓക്കെ, നമ്മുടെ കിളിയണ്ണനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, പുള്ളി ദുബായിലൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ തിരിച്ച് വന്നു. അവിടുത്തെ പണിയൊന്നും ശരിയല്ലാത്ത അവിടുത്തെ ആൾക്കാർ ഓടിച്ചു വിട്ടതാണ്. ഓക്കെ, അപ്പോൾ ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഡോറൊക്കെ തുറക്കാൻ പറ്റും, അല്ലാതെ ഇളകിയൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഗെയിമിംഗ് ചെയറൊക്കെ പോലെ ഇരിക്കുന്ന അകത്തെ സീറ്റും കാര്യങ്ങളൊക്കെ അത് നമ്മൾ മാറ്റാനൊന്നും പോകുന്നില്ല. ഓക്കെ, എന്തായാലും ഡോർ അടച്ച് നമുക്ക് വണ്ടി എടുക്കാം. ഒരു തീർത്ഥാടന യാത്ര പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ എന്താടാ നീ വല്ലതൊക്കെ പറ നമ്മുടെ പ്രേക്ഷകരോട്. ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണും എല്ലാ വീഡിയോസിലും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഡ്രൈവർ അമ്മേൻ്റെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ എന്നെ അവിടുന്ന് ആൾക്കാരെ ഇറക്കിയൊന്നും വിട്ടയല്ല, ഞാൻ തന്നെ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അന്നാ ഇപ്പോഴും ഇവിടെ ബ്ലോക്കൊക്കെ ഉണ്ടോ? ആടാ ഉണ്ട്, ഇപ്പോഴും ബ്ലോക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവനെ ഇറക്കി വിട്ടെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഗൈസ്. എൻ്റെ ഇപ്പോഴും ബ്ലോക്കൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇനി നാളെ രാവിലെ ഉച്ചയൊക്കെ ആവും നമ്മൾ തിരിക്കാൻ ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും മറ്റന്നാളൊക്കെ ഇവിടെ എത്തത്തുള്ളൂ. ഈ മണ്ടന്മാർക്ക് ഇത് തന്നെ പണി. എന്തോ കണ്ട ട്രെയിലറല്ല ഈ ചെറിയ വഴി കുത്തിക്കയറ്റി ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. അന്നാ തട്ടാനെടുക്കന്നാ ഉണ്ടാ പോസ്റ്റ്. ഓക്കെ അവിടെ തട്ടരുത് ആ ട്രെയിലറയിൽ. ഓക്കെ ഞാൻ നോക്കി എടുത്തോളാം. പിന്നെ പറ, നീ അവിടെ എന്തുവായിരുന്നു നിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങ് ദുബായിലൊക്കെ? അതൊന്നും പറയണ്ട. ഇവിടുന്ന് എന്നെ എൻ്റെ ഫ്രണ്ട് പട്ടാളത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്ന് അവിടെ എന്നോട് പറഞ്ഞത് ചുമ്മാ വേറെ ഒരു ഡ്രൈവിങ് പോലത്തെ ഒരു പരിപാടിയാണ്. അവിടുത്തെ ലൈസൻസ് എടുക്കുന്ന സ്ഥലത്തൊക്കെ നിൽക്കാനാണെന്നാണ്. എന്നിട്ട് അവൻ എന്നെ അവിടുത്തെ ആർമിയിൽ കൊണ്ട് ചേർത്ത്. എനിക്ക് പണ്ടേ ഈ വെടിവെപ്പൊക്കെ ഭയങ്കര പേടിയുള്ളതാണ്. എന്നോട് പറഞ്ഞു ഇവിടെ ചേരാൻ പറഞ്ഞു. എൻ്റെ ഈ തോക്ക് എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ തോക്കൊന്നും എടുത്ത് തരല്ലേ, ഞാൻ നിങ്ങളുടെ എതിർ രാജ്യത്ത് പോയി തിരിഞ്ഞ് എന്ന് ഇങ്ങോട്ട് വെടിവെക്കുമെന്ന് പറഞ്ഞപ്പോഴേ അവന്മാരെ പേടിച്ച് എന്നെ ഇറക്കി വെക്കും. എൻ്റെ ആളി അത് പൊളിച്ച്. ഇവിടെ ബസ് ഓടിച്ചുകൊണ്ടിരുന്നവനെ അവിടെ കൊണ്ടോ ആർമിയാക്കാൻ. കൊള്ളാം, എന്തായാലും നിൻ്റെ ബുദ്ധി വിമാനം തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവൻ്റെ ബുദ്ധിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവൻ്റെ കഥയൊക്കെ വീരകഥകളെല്ലാം കേട്ട് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നമ്മുടെ ചാനൽ. തെള്ളാന്ന് നമുക്കും അറിയാം ഗൈസ്. പോടാ, അണ്ണാന്ന് വിളിച്ച വായും കൊണ്ട് തന്നെ വേറെ ഒന്നും വിളിപ്പിക്കരുത്. തെള്ളാന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞു. ഇത് തെള്ളൊന്നും അല്ല, ഇത് സത്യം. ഓക്കെ, ഞാൻ വിശ്വസിച്ച്. അപ്പോൾ നമ്മുടെ ട്രാവലറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പുള്ളിക്ക് ഇജാതി പവറാണ്. ഓക്കെ, ഇത് കണ്ടില്ല, കയറ്റമൊക്കെ വലിക്കുമ്പോഴേ ആ ഒരു ഡീസലിൻ്റെ ആ ഒരു കിടിലും സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ രാത്രിയിൽ നമ്മുടെ ഈ ഒരു വളവും തിരിവുള്ള ഈ റൂട്ടിൽ കൂടെ വലിയ വണ്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ ഇങ്ങനെ പോകാൻ നല്ല രസമാണ് ഗൈസ്, വളരെ നല്ല രസമാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ഇത്? അതെ, കിടിലം പവർ, സൂപ്പർ വണ്ടി. എവിടെ നിന്നെടുത്ത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗുയിസ്. അപ്പം നിങ്ങളോട് പറയാൻ മറന്നൊരു കാര്യമുണ്ട്. നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് വണ്ടിക്ക് എന്തെങ്കിലും പഞ്ചറോ ടയറിനോ എഞ്ചിനോ വല്ല സീനുണ്ടോ എന്ന് നോക്കണ്ടേ, അതിനായിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളല്ലാതെ എടുത്തുകൊണ്ട് പോയി ഇനി വഴി കിടന്നു കഴിഞ്ഞാൽ പണിയാവും. അതാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയുമാണ്, ഫസ്റ്റ് ട്രിപ്പുമാണ്, എല്ലാം കൊണ്ടും. എന്നിട്ട് തന്നെ ഒരുത്തൻ അവിടെ അനങ്ങാതെ കയറി ഇരിക്കുക, ഇങ്ങോട്ട് ഇറങ്ങത്ത് പോലും ഇല്ല. അവിടെ ഇരിക്കുമോ എന്ന് തോന്നുന്നവൻ. ആ പുള്ളി സർവീസ് ചെയ്തപ്പോൾ മാത്രം ഒന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കി. കിടിലൻ സർവീസാണ് ഇവിടുത്തെ. അന്നേരം മാത്രം ഒന്ന് ഇറങ്ങി, അത്രയേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, സ്റ്റിയറിംഗ് ഒക്കെ ഇടയിൽ സ്മൂത്താണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് മോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സ്വന്തം ടീം KBSൻ്റെ മോഡാണ്, പെയ്ഡ് മോഡ്. എത്ര 30-35 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ബ്ലോക്കല്ല, ഞാൻ വിചാരിച്ച് ബ്ലോക്ക് ആണെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ സ്ഥലത്തോട്ട് പോയി നമ്മുടെ പാസഞ്ചേഴ്സിനെ എല്ലാം പിക്ക് ചെയ്തുകൊണ്ട് പോകാം. നമ്മുടെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാം. എന്തായാലും വണ്ടി ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഓയിലൊന്ന് മാറി, നമ്മുടെ എൻജിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ട് നമ്മുടെ ആക്സിലേറ്ററൊക്കെ ചവിട്ടുമ്പോൾ. അത് തോന്നുന്നതാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാസഞ്ചേഴ്സിനെ എടുക്കാനായിട്ട് പോവാം ഗൈസ്. അവരൊക്കെ അവിടെ കുറച്ച് നേരമായിട്ട് ഒരു അരമണിക്കൂറായിട്ട് റെഡിയായി നിൽക്കുവാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു കൺട്രോളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത്. നല്ല കിടിലൻ കണ്ട, നല്ല സ്റ്റേബിളാണ്, നല്ല വളയ്ക്കുമ്പോൾ തന്നെ. ഓക്കെ ഗൈസ്, എന്തായാലും സ്ഥലം എത്തിയിട്ട് കാണാം. എല്ലാവരും കയറിക്കോ. കയറിക്കോ. കൊച്ചിയൊക്കെ കാലം ചവിട്ടത് അടിച്ച് ചെവിക്കല്ലേ ഞാൻ പൊളിക്കും. ഓക്കെ എല്ലാവരും കയറിക്കോ. വണ്ടി വിട്ടോ, പോട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തി. ഇതേണ്ട പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് നമ്മുടെ കിളിയണ്ണൻ അടിച്ചകത്ത് കയറ്റിയത് കണ്ടോ. അപ്പം നമ്മൾ ആളെയെല്ലാം നമ്മുടെ പാസഞ്ചേഴ്സിനെ എല്ലാം പിക്ക് ചെയ്ത് ഇനി നേരെ ആ ഒരു സ്ഥലത്തേക്കാണ്. ഇതെന്താണ്, വീടാണോ, ഇതോ ഒരു സ്പോട്ടാണ്, ഒരു ഹോട്ടലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി നേരെ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിൽക്കത്തുള്ളൂ. എൻ്റെ ഒളിയാ ഇപ്പോൾ ഇടിച്ചേനെ വണ്ടി. നമ്മൾ സൈഡ് നോക്കാതെ എടുത്തുകൊണ്ട് അടുത്ത ടാങ്കർ എന്തോ ഇടവും വലവും പണി വന്നുകൊണ്ടിരിക്കുന്നു. അത് പിന്നെ എൻ്റെ കാലയിലൊരുത്തൻ ചവിട്ടി കേസ്, അതാണ് ഞാൻ അവനെ വഴക്ക് പറഞ്ഞത്. എൻ്റെ ആളിയാ കിടിലൻ വൈബ് ഒരു റൂട്ട് അല്ലേടാ. അതേ കേസ്, കിടിലൻ റൂട്ട് കേസ്. തന്നെ നോക്ക് നിങ്ങൾ, അണ്ണൻ കൊണ്ടുവന്ന് ആയതുകൊണ്ട് പറയുമല്ല, കിടിലൻ സാധനം. ഇത് കിടിലൻ റൂട്ട്. ഇവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങുമെന്ന് ഒരു ഡൗട്ടാണ്. അത്രയ്ക്ക് കാടും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കിടിലൻ റോഡ്. എൻ്റെ ഒരു ഒമ്നിക്കാരൻ പറന്നടിച്ച് പോകുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, കിടിലൻ റൂട്ട് ഗൈസ്. ഇതുകൊണ്ട് അവിടെ ഇങ്ങനെ മറ്റേ വളവും ചുരവും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ട്രാവലർ പറന്ന് പോവാണ്. നമ്മൾ നല്ല ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 2 മണിയൊക്കെ ആവും ഉറപ്പാണ്. ഇതൊരു അടിപൊളി ഒരു വീടിൻ്റെയൊക്കെ ഒരു വഴികളൊക്കെ പോലെ കിടിലൻ സെറ്റ് റൂട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ കയറ്റമൊക്കെ വലിച്ച് കയറുന്നുണ്ട് പതുക്കെ നമ്മുടെ പയ്യൻ. അതെ, ഒരു ബസ്സൊക്കെ ഈ ചെറിയ റൂട്ടിലൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ വരുന്നുണ്ട്. അതായത് ഈ സ്ലീപ്പർ ബസ്സൊക്കെയാണിത്, ടൂറിസ്റ്റ് അല്ല. പിന്നെ നമ്മുടെ ടൂറിസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ ഫുള്ള് വൈബായിട്ട് അകത്തൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ കയറാം. ഒരു ഇന്നോവക്കാരനൊക്കെ നമ്മളെ വെട്ടിച്ച് പോകുന്നു. പിന്നെ അവൻ അത്ര ലോഡൊന്നും ഇല്ലല്ലോ, ഫ്രീ ആയിട്ടാവാൻ പോവല്ലേ നമ്മൾ. പിന്നെ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ഇറക്കമാണ്. എന്തായാലും സൂപ്പറാണ് ഗൈസ്, സൂപ്പർ റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ ലിങ്കും ഒന്ന് ഫോളോ ഒക്കെ ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നാളിൽ ഒരെണ്ണം തുടങ്ങിയതാണ്, അത് പൂട്ടിപ്പോയി, വീണ്ടും തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ പൂട്ടിപ്പോകാൻ നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ബസ്സിൻ്റെ ഓരോ മോഡും അതുപോലെ ട്രാഫിക് മോഡും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്ക്, അതായത് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് മിസ്സിന് ഓക്കെ, ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഒരു വയലറ്റ് കളർ ഒരു ബസ്സാണ്. ഇത് വന്ന് സൈഡിൽ ഉരച്ച് കഴിഞ്ഞാൽ പണിയാണ്. നമ്മുടെ പുത്തൻ വണ്ടിയാണ്, നല്ല കിടിലൻ ഗ്രാഫിക്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ കമൻറ്റിൽ എല്ലാവരും പറയണം നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടമെന്ന് എല്ലാവരും കമൻറ്റ് ഒന്ന് പറഞ്ഞേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. വോയിസിൻ്റെ ഈ ട്രാവലറാണോ ബസ്സാണോ കാറാണോ അതൊക്കെ നമ്മളോട് പറയുക. അല്ലെങ്കിൽ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, എന്തോ അത് ബ്രോമോ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ ഇനി പ്രേതബാധ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. പ്രേതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്ത്, നിൻ്റെയൊക്കെ പ്രേത വീഡിയോ ഞാൻ അന്ന് കണ്ടായിരുന്നു. നീയും നമ്മുടെ ചിത്തുവണ്ണനും നമ്മുടെ മറ്റേ കിളിയണ്ണനും ഒക്കെ കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അവന്മാരങ്ങ് പേടിച്ച് ഒരു പരിവമായി. ശരിക്കും അത് എന്തായിരുന്നു, അത് പ്രേതമായിരുന്നോ? അല്ലടാ, പ്രേതമല്ല കണ്ട. നമ്മൾ അത്രയും കണ്ടത് ഇവന് ഡൗട്ടാണ്, ഇനി നമ്മൾ വല്ലതും എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ. അല്ല, അത് ഒറിജിനൽ പ്രേതമാണ്. നമുക്ക് ഒന്നുകൂടെ അവിടെ പോയി ഒന്ന് നോക്കാം.
അല്ലെ നാളെ തന്നെ, നാളെ മറ്റന്നാളെ നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ഈ ട്രാവലറും കൊണ്ട് തന്നെ നമുക്ക് പോകാം. നമ്മുടെ ജിത്തോണ്ണനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാം. ഓക്കെ ആണോ? ആ ഓക്കെ, 150% ഓക്കെ. ആ എനിക്ക് ഒരു പേടിയില്ല. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ പ്രേതത്തെയൊക്കെ പേടിക്കുന്നേ. ആ ഓക്കെ സെറ്റ് ഗൈസ്. ഇവൻ പറഞ്ഞു കേട്ടല്ലോ, നമുക്കെന്തായാലും നാളെ അവിടെ ഒന്ന് പോയി നോക്കാം. ഇവൻ്റെ കടി അങ്ങ് തീർത്ത് കൊടുക്കാം. ഓക്കെ, വേണ്ട ഗൈസ്. ഇതേ കിടിലിനൊരു റൂട്ട് ഗൈസ്, വേണ്ട ചുരമൊക്കെ ഉണ്ട്, സെറ്റ് റൂട്ട്. ഇവിടെ ഉറപ്പായിട്ടും നമ്മൾ കാർ എടുത്തുകൊണ്ട്, കാറോ അല്ലെ ബസ്സോ എടുത്തുകൊണ്ട് വരണം. നല്ല ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റിയ പക്ക കിടിലിനൊരു റൂട്ടാണ്. നമ്മൾ പെർഫെക്റ്റ് വണ്ടിയും കൊണ്ട് തന്നെയാണ് വന്നത്. ട്രാവലർ എന്തായാലും അധികം ബസ്സിൻ്റെ അത്ര എഫേർട്ടും എടുക്കണ്ട, കാറിൻ്റെ അത്ര സിമ്പിളും അല്ല. അങ്ങനെ ഒരു സാധനമാണ് നമ്മുടെ ട്രാവലർ. എന്നാ ഇത്രയും ഞാൻ ഇവിടെ ഉണർന്നിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു 1:30 ആയില്ലേ. ഞാൻ എന്നാ ഒന്ന് ഉറങ്ങട്ടെ. ഇപ്പോൾ സ്ഥലം എത്തുമ്പോൾ എന്നെയൊക്കെ വിളിച്ചാൽ മതി. ആ ഓക്കേടാ, നിനക്ക് പിന്നെ തിന്നണം ഉറങ്ങണം എന്നുള്ളൊരു വിചാരം മാത്രമല്ല ഉള്ളൂ. എന്നാൽ ശരി, നീ ഉറങ്ങിക്കോ. നമുക്കും ഗൈസ് ഇവിടെ കൊണ്ട് റോഡ് തീർന്നു. എന്തായാലും നീ ഉറങ്ങിക്കോടാ, ഞാൻ സ്ഥലം എത്തിയിട്ട് വിളിക്കാം. ഓക്കെ എന്നാ ശരി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഇവിടെ റോഡ് അവസാനിച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അവിടുന്ന് വണ്ടികളൊക്കെ അമ്പലത്തിൽ പോയിട്ട് റിട്ടേൺ വരുന്ന വണ്ടികളൊക്കെയാണിത്. അപ്പോൾ എന്തായാലും വഴിയും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ GPS അങ്ങോട്ട് ലൊക്കേഷൻ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫ് റോഡ് വഴി കിണ്ണമാണ്, ഇതിലും റൂട്ടും കാര്യങ്ങളുമൊക്കെ ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. നമ്മളൊരു സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് അതേലാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ സ്പീഡും എടുക്കേണ്ട വരത്തില്ല. വണ്ടി നൈസായിട്ട് കയറി അങ്ങ് പൊക്കോളും. ഓക്കെ, ഇതേ നമ്മളെ ഓവർടേക്ക് ചെയ്തൊരു ബസ്സൊക്കെ പോകുന്നുണ്ട്. നീ പോടാ, നിന്നെ ഞാൻ പതുക്കെ പിടിച്ചോളാം. അവൻ ഇവിടെ മാത്രമേ വിളിക്കുന്ന സ്പീഡ്, പക്ഷേ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ നമ്മൾ കടത്തി വെട്ടും, കണ്ടോ? ഓക്കെ, ഇതാണ് ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ടിങ്ങ് പോരാ. അല്ല, അവർ എല്ലാ പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്കൊരു 2-3 മണിക്കൂറൊക്കെ ആവും. അത് കഴിഞ്ഞ് നമുക്കെന്തായാലും അവരെ വിളിച്ചുകൊണ്ട് റിട്ടേൺ പോവാം. ഓക്കെ, ഈ 2-3 മണിക്കൂറിന് വേണ്ടിയാണ് ഗൈസ് അവർ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഇറങ്ങിക്കോ. എന്നോട് ഞാൻ മുമ്പേ പറഞ്ഞു എൻ്റെ കാലേ ചവിട്ടരുതെന്ന്. പൊട്ടച്ചെറുക്കനെയൊക്കെ എന്നാ സ്ഥലം എത്തിയോ? ഒന്നരന്താ എന്നെ വിളിക്കാനേ. അതിന് നീ ഉറങ്ങിയായിരുന്നോ? ഇല്ലെന്നാ, ജസ്റ്റ് ഞാൻ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സ്ഥലം എത്തി. എന്തായാലും ഇപ്പം അല്ല, നിങ്ങൾ വിളിച്ചായിരുന്നേ എനിക്ക് കാല് മാറ്റി കൊടുക്കായിരുന്നു അവൻ പോകാൻ വേണ്ടി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും അതേണ്ട, അവൻ കഥവൊക്കെ തുറന്നിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്താടാ, കഥ ഒന്നും അടയ്ക്കുന്നില്ലയോ? ഇനി അവർ വരുമ്പോൾ ഞാൻ തന്നെ തുറന്നു കൊടുക്കണ്ടേ? അതിൻ്റെ ആവശ്യം എന്തോ, തുറന്നു തന്നെ ഇരിക്കട്ടെ. ഇങ്ങനൊരു മടിയൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ടെമ്പിളും കാര്യങ്ങളൊക്കെ. എല്ലാവരും അവരവരുടെ പണി നോക്കി പോയി. അപ്പോൾ എന്തായാലും നമ്മളും ട്രാവലറും കിളിയണ്ണനും ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. സോറി. ഓക്കെ, നമ്മളവരുടെ ഫ്രണ്ടിൽ പോയിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ്. എൻ്റെ ആളിയാ കിടിലൻ ലുക്ക് സെറ്റ്. എന്തായാലും തംബ്നെയിലിനുള്ളതായി. അപ്പോൾ എന്തായാലും ഇനിയും മറ്റേ ആ ഒരു കയറ്റത്തിട്ടിട്ട് തിരിച്ച് പോകുമ്പം നമ്മുടെ കയറ്റത്തിട്ടിട്ട് ഒരു ഫോട്ടോയും കൂടെ എടുക്കണം. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും ബാക്കിൽ നിന്ന് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് നമുക്ക് വണ്ടിക്കകത്ത് പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് ഉറക്കമൊന്നും ശരിയായില്ലല്ലോ. ഓക്കെ, അപ്പം ഫോട്ടോയൊക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ.